നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വെറുമൊരു മെട്രോ നഗരത്തിലാണോ? ഷോപ്പിംഗും കോൺക്ലേവുകളും തിരക്കുകളും നിറഞ്ഞ ഈ ചെന്നൈക്ക് പിന്നിൽ നമ്മൾ ആരും അറിയാത്ത മറ്റൊരു മുഖമുണ്ട്. വെയിറ്റ്, നമ്മൾ ഉടൻ തന്നെ ചെന്നൈയിലെ മികച്ച ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിലേക്കും ബിസിനസ് വിശേഷങ്ങളിലേക്കും പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഈ മണ്ണിന്റെ ഒരു സീക്രട്ട് അറിഞ്ഞിരിക്കേണ്ടേ? ചെന്നൈ എന്ന പേര് ഭൂപടങ്ങളിൽ വരും മുൻപേ ഇത് പുലിയൂർ കോട്ടം ആയിരുന്നു. വെറും നാടല്ല, പുലികൾ വാണിരുന്ന വന്യമായ കാട്. വ്യാഘ്രപുരി എന്ന ഇതിന്റെ പഴയ പേര് കേൾക്കുമ്പോൾ തന്നെ ആ പവർ മനസ്സിലാകില്ലേ? ഇന്ന് നമ്മൾ കാണുന്ന കോടുംബക്കത്തെ സിനിമാ ലൈറ്റുകൾക്ക് താഴെ പണ്ട് കുറുമ്പ വംശജരായ യോദ്ധാക്കൾ കാവൽ നിന്നിരുന്നു. പിന്നീട് പല്ലവ രാജാക്കന്മാർ കല്ലുകളിൽ കവിത രചിച്ചു. ചോളന്മാർ ഇവിടം കലയുടെ ആസ്ഥാനമാക്കി. 2000 വർഷം പഴക്കമുള്ള വെങ്കീശ്വര ക്ഷേത്രം ഇന്നും ആ കരുത്തിന്റെ സാക്ഷിയാണ്. കടൽ കടന്നു വന്ന അധിനിവേശക്കാർ ഇതിനെ മദ്രാസ് എന്ന് വിളിച്ചപ്പോഴും ഉള്ളിൽ പുലിയൂർ കോട്ടം ശ്വസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഓർക്കുക, ചെന്നൈ വെറുമൊരു നഗരമല്ല, അത് 2000-ലേറെ വർഷങ്ങളായി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാകാവ്യമാണ്. ഇതിലും മനോഹരമായ ചെന്നൈ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. Until then, stay well.